ആ കോൺഗ്രസ് ഒന്ന് വിശദീകരിച്ചു കൊടുക്കൂ കോളായിക്ക്, നാസർ കോളായിക്ക് ഒന്ന് വിശദീകരിച്ചു കൊടുക്കൂ എൻ ശ്രീകുമാർ. അതായത് ഈ രാഷ്ട്രീയത്തിലെ ഓരോ കാലഘട്ടത്തിനും ഓരോ നിലപാടെടുത്തിട്ടുണ്ട്. അതായത് RSSനെ ഒരു കാലത്ത് പണ്ട് ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് സർദാർ പട്ടേൽ നിരോധിച്ചതാണല്ലോ. ആ സർദാർ പട്ടേലിന്റെ പ്രതിമ പിന്നീട് നമ്മുടെ BJP ഗുജറാത്തിൽ ഉയർത്തിയത് നമുക്കറിയാം. ഈ RSSുമായിട്ട് CPM 70കളിൽ ഒരു സഖ്യമുണ്ട്, ഒരു സഖ്യം എന്ന് തന്നെ പറയാം. കാരണം വെച്ചാൽ അങ്ങനെയാണല്ലോ പാലക്കാട് വന്ന ശ്യാമപ്രസാദ് മുഖർജി അത് പറയട്ടെ. അതായത് അപ്പൊ പാലക്കാട് കൂത്തുപറമ്പിലും അതുപോലെ കാലക്കാടും ഒക്കെ RSS CPM ഒക്കെ ഒരുമിച്ച് വേദി പങ്കിട്ടതും അത്താഴ വിരുന്നിന് അദ്വാനിക്കപ്പോൾ ഇവര് പോയിരുന്നതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അതൊക്കെ അടിയന്തരാവസ്ഥക്കാലത്തും അതിനുശേഷമാണ്. ഇനി അത് മാത്രമല്ല, ഈ അടുത്ത കാലത്ത് RSSന്റെ നേതാക്കളുമായിട്ട് ചർച്ച നടത്തിയതിന്റെ പേരിലല്ലേ EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്ന് പത്രസമ്മേളനത്തിൽ TP രാമകൃഷ്ണൻ പറഞ്ഞത്. ഗോവിന്ദമാഷ് പറഞ്ഞില്ല, TP രാമകൃഷ്ണൻ പറഞ്ഞത്. അപ്പൊ അതെന്തിനായിരുന്നു? അപ്പൊ എന്തിനാ ചർച്ച നടത്താൻ പോയി? സതീശനെ കോൺഗ്രസ് അത് പറയട്ടെ. നാസർ കോളായി പറയുമ്പോ അജിംഷാദ് മിണ്ടാതിരുന്നല്ലോ. ഞാൻ പറയുന്നത് ജനങ്ങളൊന്ന് കേൾക്കട്ടെ. ഈ ചാനൽ കാണുന്ന ഞാൻ പറയുന്ന സുഹൃത്തുക്കളും ഞാൻ പറയുന്നത് കേൾക്കട്ടെ. നാസർ കോളായി പറയുന്നത് മാത്രം കേട്ടാ പോരല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഓരോ കാലത്തും ഉണ്ട്. അതായത് മറ്റേ ജമാഅത്തെ ഇസ്ലാമി തന്നെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ നിലപാടുകളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. LDF എന്തിനാണ് പിന്തുണ സ്വീകരിച്ചതല്ലേ? LDF എന്റെ സംശയ കാര്യത്തില് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ LDF പൂർണ്ണമായും സ്വീകരിച്ചിട്ട് അവരെന്റെ വോട്ട് വാങ്ങിയവരാണ്. നാസർ മദനിയുടെ PDPയുമായിട്ട് വേദി പങ്കിട്ടതിന് VS അച്യുതാനന്ദനും പിണറായി വിജയൻ തമ്മിലുണ്ടായ ഉഗ്ര പോരാട്ടം നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ PDP ഇത്തവണ പോലും പാലക്കാട്ട് CPMനെ പിന്താങ്ങിയിട്ടുണ്ട്. ഇനി അത് കൂടാതെ തന്നെ ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും വെൽഫെയർ പാർട്ടി ആണെങ്കിലും അവർ പറഞ്ഞിട്ടുണ്ട്, അവർ തരാതരം പോലെ മുന്നണികളെ പിന്താങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കേരളത്തിൽ UDFനെ പിന്താങ്ങാൻ കാരണം ഈ ഗവൺമെന്റിന്റെ ചില നയങ്ങളും ദ്രോഹ നടപടികളും കാരണമാണെന്നാണ്. ഇവരിപ്പോ നാളെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ, ഇപ്പോഴും വെൽഫെയർ പാർട്ടിയുമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ CPM ഭരിക്കുന്നു എന്നുള്ളതൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ മാത്രമല്ല, ഈ തിരുവമ്പാടി ഇലക്ഷനിലാണെങ്കിലും അരൂരിലൊക്കെ CPMന് പിന്തുണ കൊടുത്ത വെൽഫെയർ പാർട്ടിയാണ്, ജമാഅത്തെ ഇസ്ലാമിയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലങ്ങളിലൊക്കെ അത് കൃത്യമായിട്ട് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു മാസം മുമ്പുള്ള ചാനൽ ചർച്ച തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വിജയകുമാർ പിന്തുണ സ്വീകരിച്ചൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലൊന്നൊരു പുതുമയുള്ള കാര്യമല്ല. UDFനെ പിന്താങ്ങുമ്പം പിന്താങ്ങട്ടെ, LDFനെ പിന്താങ്ങുമ്പം പിന്താങ്ങട്ടെ. അപ്പൊ അന്നങ്ങനെ ഇന്നിങ്ങനെ എന്ന് പറയുന്നത് ശരിയായ നടപടിയല്ലെന്ന്. വെൽഫെയർ പാർട്ടി മാത്രമല്ല ശ്രീകുമാർ സാർ, സാക്ഷാൽ SDPI തന്നെ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയത്തിന് ശേഷം ആഹ്ലാദ പ്രകടനം നടത്തിയ SDPI അടക്കമുള്ളവരാണ്. അത് നമ്മൾ കണ്ടതാണ് ദൃശ്യങ്ങളിലടക്കം. ഞാൻ ഇതിൻ്റെ മറുപടിയിലേക്ക് പോകുന്നു. നാസർ കോളായി, ശ്രീകുമാർ സാർ പറയുന്നത് തരാതരം പോലെ പിന്തുണ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കൂട്ടത്തിൽ അദ്ദേഹം PDPയെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. PDP ഒരിക്കലും ഇടതുപക്ഷത്തിന്റെ സഖ്യകക്ഷിയായിരുന്നില്ല. അബ്ദുൽ നാസർ മദനി വളരെ തീവ്രമായ നിലപാടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കൃത്യമായി പാർട്ടി എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. തന്റെ ഭൂതകാലമെല്ലാം തെറ്റായിരുന്നുവെന്നും താൻ അതിൽ ഖേദിക്കുന്നുവെന്നും പറഞ്ഞ് ഒരു മനുഷ്യൻ തിരുത്തി വന്നപ്പോൾ അയാളുടെ പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിന്തുണച്ചിട്ടുണ്ട്. അയാളുടെ കൂടെ സഖാവ് പിണറായി വിജയൻ ഇരുന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നയം തിരുത്തി വന്നപ്പോഴാണ് അദ്ദേഹത്തെ കൂടെ ഇരുത്തിയിട്ടുള്ളത്. പിന്നെ കൂട്ടത്തില് ശ്രീകുമാർ അങ്ങ് പറഞ്ഞുപോയി പാലക്കാടും മുമ്പ് കൂത്തുപറമ്പിലും പിന്തുണ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയിൽ ഈ ജനസംഘം എങ്ങനെയുണ്ടായത്? 1905 ഉണ്ടായിട്ടുള്ള ഹിന്ദു മഹാസഭ, അതിന്റെ നേതാക്കൾ പോയിട്ട് അതിനെ ഹിറ്റ്ലറുമായി മുസ്ലിമുമൊക്കെ ആയിട്ട് കണ്ട് സൈനികവൽക്കരിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് RSS ഉണ്ടാവുന്നത്. ഈ RSS ഗാന്ധി വധത്തോടു കൂടി നിരോധിക്കപ്പെട്ടപ്പോ RSSകാർക്ക് മനസ്സിലായി നമുക്കൊരു രാഷ്ട്രീയ പാർട്ടി വേണം. അന്ന് ഇതേ കോൺഗ്രസിലും RSSലും ഒരുമിച്ച് മെമ്പർഷിപ്പ് എടുക്കാമായിരുന്നു. ഇല്ലാന്ന് ശ്രീകുമാറിന് നിഷേധിക്കാൻ കഴിയോ? ഗാന്ധി വധത്തിന് ശേഷമാണ് ആ നയത്തിൽ കോൺഗ്രസ് മാറ്റം വരുത്തിയിട്ടുള്ളത്. അങ്ങനെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചപ്പോഴാണ് നെഹ്റു മന്ത്രിസഭയിൽ അംഗമായിരുന്ന ശ്യാമപ്രസാദ് മുഖർജി ഇറങ്ങി വന്നിട്ട് ജനസംഘം ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ജനസംഘം പിരിച്ചുവിട്ടു അടിയന്തരാവസ്ഥ കാലത്ത്. ആ ജനസംഘം എന്ന് പറയുന്ന പാർട്ടി പിരിച്ചുവിട്ടിട്ടാണ് ജനതാദൾ എന്ന് പറയുന്ന ഒരു ജനതാ പാർട്ടി ഉണ്ടാക്കുന്നത്. ആ ജനതാ പാർട്ടിയിൽ സോഷ്യലിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഫെർണാണ്ടസ് ഒക്കെ സോഷ്യലിസ്റ്റ് ആയിരുന്നു. ജയപ്രകാശ് നാരായണൻ സോഷ്യലിസ്റ്റ് ആയിരുന്നു. അങ്ങനെയുള്ള വിവിധ പാർട്ടികൾ ലയിച്ചു ചേർന്ന ആ പാർട്ടിയുമായി സ്വാഭാവികമായി അടിയന്തരാവസ്ഥയിൽ പീഡിപ്പിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിയന്തരാവസ്ഥയെ എതിർക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് നിന്നിട്ടുണ്ട്. ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ കൂത്തുപറമ്പിന്റെ MLA ആയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തിനായിരുന്നു അടിയന്തരാവസ്ഥയിൽ കോൺഗ്രസ് പിടിച്ചുകൊണ്ടുപോയത്?
MLA ആയ അദ്ദേഹത്തെ ജയിലിൽ ഇപ്പൊ ഷാഫിന്റെ മൂക്കിന് അടി കൊണ്ടത് നമ്മുടെ നാട്ടിൽ വലിയ ചർച്ചയാണ്. ഒരു MLA പിടിച്ചു കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് രക്തത്തിൽ കുളിപ്പിച്ച് ബോധം കെട്ട് വീണ് ആ രക്തത്തിൽ കുതിർന്ന ശത്രുമായി കേരളത്തിന്റെ നിയമസഭയിലേക്ക് വന്ന പിണറായി, ഞാൻ അതിന്റെ വിഷയവും കിടക്കുന്നില്ല. അപ്പൊ അടിയന്തരാവസ്ഥയിൽ പീഡിപ്പിക്കപ്പെട്ടവരുടെ ഒരു ഐക്യണ്ടായി നമ്മുടെ നാട്ടിൽ. അന്ന് RSS അല്ല, പിന്നെ ഈ പറയുന്ന RSSന്റെ രാഷ്ട്രീയ പാർട്ടിയായ ജനസംഘമല്ല, ആ ജനസംഘം പിരിച്ചുവിട്ടിട്ടുണ്ടാക്കിയ ജനതാ പാർട്ടിയുമായി ഇടതുപക്ഷം സഹകരിച്ചിട്ടുണ്ട്. അത് അടിയന്തരാവസ്ഥയെ എതിർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു പട്ടേലിന്റെ കാര്യം. പട്ടേലിനെ കൊണ്ടുപോയത് കോൺഗ്രസ്, പിന്നെ RSSകാർ കൊണ്ടുപോയതാ. RSS കൊണ്ടുപോയി പട്ടേലിനെ പിന്നെ RSSകാരനാക്കാൻ ശ്രമിക്കുമ്പോ അതിനെ എതിർക്കേണ്ടതാരാണ്? ഇപ്പൊ ശ്രീനാരായണ ഗുരുവിനെ RSSകാർ കൊണ്ടുപോകുന്നോട്ടേക്കാണ് വർത്തമാനകാലം ഉള്ളത്, അല്ലേ? അപ്പോ ഒരിക്കലും ജമാഅത്തെ ഇസ്ലാമിയുമായി ഇന്നുണ്ടാക്കി മാത്രമല്ല, അതിനിടയ്ക്ക് അദ്ദേഹം പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ പോകുന്നുണ്ട്, മൗദൂദിസത്തിൽ നിന്ന് തിരിച്ചു നടക്കാൻ. എവിടെ മൗദൂദിസത്തെ അവർ തള്ളിപ്പറഞ്ഞത്? മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ ആഴ്ചയാണ്, 2 ആഴ്ച മുമ്പാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ അവരുടെ വിദ്യാർത്ഥി സംഘടന മൗദൂദിയുടെ വർത്തമാനകാല പ്രസക്തിയെക്കുറിച്ച് യോഗം സംഘടിപ്പിച്ചിട്ടുള്ളത്, സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. അവരിപ്പോഴും മൗദൂദിയുടെ വർത്തമാനകാല പ്രസക്തിയെക്കുറിച്ച് പറയുകയാണ്. ഒരു ജനാധിപത്യ വ്യവസ്ഥയെ അംഗീകരിക്കില്ല, ദൈവത്തിന്റെ വ്യവസ്ഥയെ മാത്രമേ അംഗീകരിക്കുള്ളൂ എന്ന് പറയുന്ന ആ ദൈവരാജ്യം ഉണ്ടാക്കണം. അത് അമുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പോലും ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് എന്ന് പറയുന്നതാണ് ജമാഅത്തെ ഇസ്ലാമി. അവരുടെ ഭരണഘടന മാറ്റിയിട്ടില്ല. RSSന് വിവിധ സംഘടനകളുണ്ട്, ഹനുമാൻ സേന, മറ്റേ സേന, മറച്ചേ സേന എന്ന് പറഞ്ഞിട്ട് പല സംഘടനകളുണ്ട്. അത് പിന്നെ കണ്ടാൽ ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എന്നതുപോലെയാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് അവരുടെ ഫ്രണ്ട് യൂണിറ്റി എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ഉണ്ട്, സോളിഡാരിറ്റി എന്ന് പറയുന്ന മറ്റൊന്നുണ്ട്, വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ട്. അപ്പൊ അതിനകത്ത് വിവിധം RSSന്റെ അതേ തത്വശാസ്ത്രമാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. ഈ തത്വശാസ്ത്രത്തെ കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ടോ? അത് മാത്രമല്ല, ഇപ്പോഴും കേട്ടോ, വ്യവസായ മന്ത്രിയായി നെഹ്റുവിനോടൊപ്പം ഇരുന്നിട്ടുണ്ട് ശ്യാമപ്രസാദ് മുഖർജി. അദ്ദേഹമാണ് ജനസംഘം ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞു കോൺഗ്രസുകാരനായ ശ്യാമപ്രസാദ് മുഖർജി അദ്ദേഹമാണ്. അത് വേണ്ട ജിൻഷാദെ, ഈ ഇന്ത്യയിൽ ഇപ്പോ പിന്നെ BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന CK പത്മനാഭൻ പറഞ്ഞില്ലേ, ഞാൻ കോൺഗ്രസ് മുക്ത BJPയെ സ്വപ്നം കാണുന്നു. എന്താ കാരണം? ഇന്ത്യയിലെ എത്ര പ്രധാനമന്ത്രിമാർ, ശ്രീകുമാറിനൊന്നും എണ്ണി പറയേണ്ടിയോ, എത്ര മുഖ്യമന്ത്രിമാർ, കോൺഗ്രസുകാരായ മുഖ്യമന്ത്രിമാർ, AICC സെക്രട്ടറിമാർ, പിന്നെ KPCC ഭാരവാഹികൾ, ഗവൺമെന്റ് തന്നെ ഒരു സംസ്ഥാനം ഭരിക്കാൻ ജനങ്ങളെ ഏൽപ്പിച്ച ഗവൺമെന്റ് തന്നെ അപ്പാടെ BJPയിലേക്ക് പോകുന്ന കാണുന്നത് ഇല്ലേ? അതുകൊണ്ട് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നുള്ളത് ജനത്തിന് എല്ലാവർക്കും അറിയാം. ആ ഒരു അന്തരീക്ഷത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിക്കും. അതാണ് വിമർശിച്ചൊന്നും കാര്യമില്ല. കോൺഗ്രസ് ആ നയം തുടരും. ശ്രീ N. ശ്രീകുമാർ, UDF